allows 13% commission on the total sales to his salesman. But if the salesman is appointed on a fixed salary of rupees 4,700 and 7% commission on the sales more than rupees 12,000, if in the second condition the salesman received rupees 620 more than the first, find the total number of sales. Find the total number of sales. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യനിലും സെയിൽസ് ഒക്കെ ആണല്ലേ. അപ്പോൾ ഇവിടെ കമ്പനിയുടെ രീതി എന്താണ്? കമ്പനി സെയിൽസ്മാനിന് ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസിൻ്റെ 13% കമ്മീഷനായിട്ട് കൊടുക്കുന്നത്. അതാണ് കമ്പനിയുടെ ഒരു രീതി. ഒരു പക്ഷേ കമ്പനി സെയിൽസ്മാനിനെ അപ്പോയിന്റ് ചെയ്തത് 4,700 റുപ്പീസ് ഒരു ഫിക്സ്ഡ് സാലറിയും 12,000 സെയിൽസിന് ശേഷമുള്ള ആ ഒരു എമൗണ്ടിന് 7% കമ്മീഷൻ കൊടുക്കണ പോലെയാണ് ആ കമ്പനി സെയിൽസ്മാനിനെ അപ്പോയിന്റ് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ആദ്യത്തെ കേസിനേക്കാളും 620 രൂപ കൂടുതൽ ആർക്ക് കിട്ടും? സെയിൽസ്മാനിന് കിട്ടും. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് എത്ര? അപ്പോൾ ഈ സെയിൽസ് കമ്മീഷൻ, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെയിൽസിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതാൻ പറ്റും? രണ്ടായിട്ട് നമ്മളിപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഈ 2 ക്വസ്റ്റ്യനിലും നമ്മൾ നമ്മുടെ സെയിൽസിനെ 2ആയി ഡിവൈഡ് ചെയ്താൽ എഴുതി. അപ്പോൾ 2ആയി നമുക്ക് സെയിൽസിനെ ഡിവൈഡ് ചെയ്ത് എഴുതേണ്ട ജങ്ഷർ ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു നമ്പർ ഏതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്താണ് നമ്മുടെ കണ്ടീഷൻ? ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് എത്രയായാലും അതിൻ്റെ 13% കൊടുക്കും എന്നാണ് അല്ലേ? യെസ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? 12,000 രൂപയ്ക്ക് ശേഷമുള്ള സെയിൽസിനാണ് 7% കമ്മീഷൻ കൊടുക്കണം. അതുവരെ ഉള്ള സെയിൽസിന് ഫിക്സ്ഡ് സാലറിയാണ്. സോ നമ്മുടെ ടോട്ടൽ സെയിൽസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും? 12,000 പ്ലസ് എബവ് 12,000 അല്ലേ? അപ്പോൾ ടോട്ടൽ സെയിൽസ് എന്താണ് ഇവിടെ? 12,000 പ്ലസ് 100x ആണ്. 12,000 വരെ ഒരു കണ്ടീഷനും 12,000 ശേഷം വേറൊരു കണ്ടീഷനുമാണ്. മനസ്സിലായോ? യെസ്. അപ്പോൾ ടോട്ടൽ സെയിൽസ് എന്താണ്? 12,000 പ്ലസ് 100x ആണ്. ഇവിടെ നമുക്ക് എന്തുണ്ട്? 2 സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ സിറ്റുവേഷൻ 1 ആണ്, ഇത് നമ്മുടെ സിറ്റുവേഷൻ 2 ആണ്. സിറ്റുവേഷൻ 1ൽ എന്താണ്? സിറ്റുവേഷൻ 1ൽ മൊത്തം സെയിൽസിന്റെ 13% അയാൾക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നത്. കമ്മീഷൻ അല്ലേ? ഓക്കെ, കമ്മീഷൻ എന്ന് വേണ്ട, അയാൾക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നത് മൊത്തം സെയിൽസിന്റെ 13% അയാൾക്ക് ഇൻകം ആയിട്ട് കിട്ടണേന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇവിടെ നമ്മുടെ മൊത്തം സെയിൽസ് എന്ന് പറയുന്നത് 12,000 പ്ലസ് 100x ആണ്. അതിൻ്റെ 13% നമ്മൾ കാണേണ്ടത് അല്ലേ? ടോട്ടൽ സെയിൽസിന്റെ 13% ഞാൻ കാണുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 12,000 into 13/100 പ്ലസ് 100x into 13/100. ഇത് രണ്ടും ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ എനിക്ക് 13x കിട്ടും, ഇവിടെ ഇത് രണ്ടും ക്യാൻസലായി. 12 into 13 എന്ന് പറയുമ്പോൾ 156 ആണ്.
12 into 13 എന്ന് പറയുമ്പോൾ 156 ആണ് 0. അപ്പോൾ അയാൾക്ക് ആദ്യത്തെ സിറ്റുവേഷനിൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 1560 പ്ലസ് 13x ആണ് ഫസ്റ്റ് കണ്ടീഷനിൽ അയാൾക്ക് കിട്ടുന്ന എമൗണ്ട്. മനസ്സിലായല്ലോ എങ്ങനെയാണ് കിട്ടിയെന്ന്? ഇവിടെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് ആണ് കാണേണ്ടത്. ഇവിടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? 12,000 വരെ അയാൾക്ക് ഫിക്സ്ഡ് സാലറിയാണ്. 12,000 വരെ അയാൾക്ക് ഫിക്സ്ഡ് സാലറിയാണ്. പിന്നെ കമ്മീഷൻ എമൗണ്ട് അയാൾക്ക് കിട്ടുന്നത് അതിന് ശേഷമല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള അയാളുടെ സെയിൽസിനാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കമ്മീഷൻ എമൗണ്ട് കാണുമ്പോൾ നമ്മൾ 100x മാത്രം കൺസിഡർ ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? 7x കിട്ടും. 100xന്റെ 7% 7x ആണ്. അപ്പോൾ അയാൾക്ക് രണ്ടാമത്തെ കണ്ടീഷനിലാണ് അയാൾക്ക് കൂടുതൽ കാശ് കിട്ടിയത്. അയാൾക്ക് എത്ര കൂടുതലാണ് കിട്ടിയത്? 620 ആണ് കിട്ടിയത്. അയാൾക്ക് കൂടുതൽ കിട്ടിയ പൈസ എത്രയാ? 620 ആണ്. സോ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? നമ്മുടെ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഈ എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ 4700 നിന്ന് 1560 മൈനസ് ചെയ്യുന്നു. 7x നിന്ന് ഞാൻ 13x മൈനസ് ചെയ്യുമ്പം എനിക്ക് 620 കിട്ടും. അപ്പോൾ ഇത് 0 മൈനസ് 0, ഇവിടെ നമുക്ക് 10 ആണ്, 4 ആണ്, 6 നിന്ന് 5 പോകുമ്പോൾ 2, 4 നിന്ന് 1 പോകുമ്പോൾ 2, 4 നിന്ന് 1 പോകുമ്പോൾ 3. ഇവിടെ എനിക്ക് -6x കിട്ടും ഇസ് ഈക്വൽ ടു 620 അല്ലേ? അപ്പോൾ ഇവിടെ 3240 മൈനസ് 620 ഈസ് ഈക്വൽ ടു 6x ആണ്. എഗെയിൻ ഞാൻ മൈനസ് ചെയ്യുന്നു. 0 നിന്ന് 0 പോകുമ്പോൾ 0, 4 നിന്ന് 2 പോയാൽ 2, 12 ഇവിടെ 2. അപ്പോൾ 12 ഇപ്പോൾ 2620 ഈസ് ഈക്വൽ ടു 68. സോറി, ഇവിടെ 6 അല്ലേ? ഇവിടെ 6 ആണ്. 6 നിന്ന് 5 പോകുമ്പോൾ 1, ഇവിടെ 3 1 ആണ്. 1 ആണ്, ഇവിടെ 5. അപ്പോൾ 2520 ഈസ് ഈക്വൽ ടു 6x. ഇതൊരു 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അതും ഒരു 6 എന്ന് പറയുമ്പോൾ 6ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ നമ്മളിത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 കിട്ടും, 2. സോ എക്സ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു 42 എന്ന് കിട്ടി. സോ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 4200 എന്ന് കിട്ടും. 4200 എന്ന് കിട്ടും. സോ അതിൻ്റെ കൂടെ ഞാൻ 12,000 ആണ് ഞാൻ ആഡ് ചെയ്യേണ്ടത്. സോ 0 0 2 61 16200 അല്ലേ? 16200 ആണ് എന്ത്? എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ്. മനസ്സിലായോ? യെസ്. ഒന്നുകൂടെ പറയാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്? രണ്ട് കേസസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് കേസിൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസിൻ്റെ 13% ആണ് അയാൾക്ക് ഇൻകം ആയിട്ട് കിട്ടണത്. കമ്മീഷൻ മാത്രമാണ് അയാൾക്ക് ഇൻകം ആയിട്ട് കിട്ടണത് നമ്മുടെ ടോട്ടൽ. പിന്നെ രണ്ടാമത്തെ കേസിൽ 12,000 വരെ ഒരു ഫിക്സ്ഡ് സാലറിയും അതിനുശേഷം കിട്ടുന്ന സെയിൽസിന് ആ എമൗണ്ടിൻ്റെ 7% കമ്മീഷനായിട്ട് അയാൾക്ക് കിട്ടും. ഈ രണ്ട് കണ്ടീഷനിലും രണ്ടാമത്തെ കണ്ടീഷനിലാണ് അയാൾക്ക് കൂടുതൽ പൈസ കിട്ടുന്നതും അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 620 ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ സെയിൽസിനെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് എഴുതേണ്ടതെന്ന്. 12,000 പ്ലസ് 100x ആണ്. അപ്പോൾ അതാണ് എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ്. ഞാൻ ഫസ്റ്റ് കണ്ടീഷനിൽ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസിൻ്റെ 13% കണ്ടു. അപ്പോൾ 12,000 പ്ലസ് 100x രണ്ടും കൂടെ കൂടിയതിൻ്റെ 13% എനിക്ക് കിട്ടി. രണ്ടാമത്തെ കേസിലോ 12,000 വരെ ഫിക്സ്ഡ് സാലറി ആണ്. ഞാൻ 100xന്റെ കമ്മീഷൻ മാത്രം അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അത് എഴുതി. എന്നിട്ട് രണ്ടിൻ്റെയും ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 620 ആണെന്ന് എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ എന്താണ് വാല്യൂസിനെ റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്ത് കഴിയുമ്പം എനിക്ക് എക്സ് ഇസ് ഈക്വൽ ടു 42 ആണെന്ന് കിട്ടി. ഇവിടെ ഞാൻ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ 420 ആണ് അല്ലേ? സോറി, എക്സിൻ്റെ വാല്യൂ 420 ആണ്. എക്സിൻ്റെ വാല്യൂ 420 ആണ്. സോ ഇവിടെ എനിക്ക് എന്ത് കിട്ടി? 42,000 പ്ലസ് 12,000 എന്ന് കിട്ടി. ഇവിടെ 4 5. 42,000 പ്ലസ് 12,000 എനിക്ക് 54,000 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഈ സെയിൽസ് കമ്പനി നമ്മുടെ കമ്മീഷൻ്റെ ലോജിക്ക് മനസ്സിലായല്ലോ? ഇനിയും ഈ ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ടൈപ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. അപ്പോൾ ആ പ്രോബ്ലം മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. എ സെയിൽസ്മാൻ, കുറേ ഉണ്ട് നമ്മുടെ സെയിൽസ്മാൻ പ്രോബ്ലംസ്. ഓക്കെ, കമ്പനി സെയിൽസ്മാൻ പ്രോബ്ലംസ് നമുക്ക് കുറച്ച് ടൈപ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇത് കൂടാതെ 2-3 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നോക്കാം. എ സെയിൽസ്മാൻ മേക്സ് എ കമ്മീഷൻ
of X% on the first 2,400 rupees worth of sales. And 4% on all further sales. If he makes rupees 1,400 from rupees 5,400 of sales in a month,